ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ചെന്നൈ കപാലീശ്വര ക്ഷേത്രത്തിൽ നിന്നാണ്. ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ഹണിമൂൺ ആദ്യം ഞങ്ങൾ പോകുന്നത് പശുപതിനാഥ് ടെമ്പിൾ. ഗോപികേനെ കല്യാണത്തിന്റെ പ്രോസസ്സിന് കിട്ടിയിട്ടില്ല. ഗോപിക സാന്ത്വനം കഴിയുന്നത് ജനുവരി 18 ജനുവരി 27 ലാസ്റ്റ് ടെലികാസ്റ്റ്, 28 കല്യാണം. ഞങ്ങള് 250-300 ആൾക്കാരെ പാർക്ക് ചെയ്തു തൃശ്ശൂർ. അതിൽ 52-60 പേര് സെലിബ്രിറ്റീസാ. റിലേറ്റീവ്സിന്റെ പേടി, അയ്യോ ഈ സെലിബ്രിറ്റീസ് ഉള്ളതിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും. സെലിബ്രിറ്റീസിന്റെ പേടി, അവരുടെ റിലേറ്റീവ്സ് ഫുള്ളുള്ള പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിപ്പോ ഇതിൽ ഏതിലാ പെടുക എന്ന് ചോദിക്കുന്ന ടീം ആദ്യത്തെ ദിവസം ഹൽദി കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാ ഫ്രണ്ട്സ്, ഏതാ റിലേറ്റീവ്സ്, ഏതാ സെലിബ്രിറ്റീസ് മനസ്സിലാവാത്ത രീതിയിലാണ് പിറ്റത്തെ ദിവസം മുതൽ ഞങ്ങൾ കാണുന്ന എല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട്. ഗോപിക്ക് പ്ലാൻ പോലെ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഹൽദിക്ക് എങ്ങനെയാ വെച്ചാൽ ജീപ്പിന്റെ മേലെ കയറിയിട്ടാണ്. ജീപ്പിന്റെ മേലെ കയറിയിട്ടാണ് നമ്മൾ ഹൽദിക്ക് വരുന്നത്. അപ്പം ചുറ്റുണ്ട്, ഇപ്പുറത്ത് മീനുണ്ട്, ഇപ്പുറത്ത് ഷഫ്നുണ്ട്, അപ്പുറത്ത് കുക്കുണ്ട്, ഫുൾ സംഭവമായിട്ട് ഈ ജീപ്പിൽ ഇങ്ങനെ വരുന്നു. ഇവര് മറ്റേ പുകയടിക്കുന്നു, ഈ സാധനം പൊട്ടിക്കുന്നു. അപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇവൾ എന്റെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ കല്യാണം ആനപ്പുറത്താണോ? അവിടെ പോയിരുന്നു, ഞങ്ങൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിക്കുന്ന വന്നില്ല, കയ്യൊക്കെ മരവിച്ചിട്ട് എനിക്കിത് പറ്റണതേ ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേറി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് അകത്തേറി, ഞങ്ങൾ എല്ലാവരും അകത്തേറി. ഈ കുട്ടി പുറത്ത് നോർമൽ ഡ്രസ്സ് ഇടുക, അരുവി നോക്കി ഇങ്ങനെ ഇതിന് പ്രാന്താണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് തണുക്കണില്ലേ എന്ന് വിചാരിച്ച് തൊട്ടപ്പോൾ ഞാനെന്തോ ഐസും കട്ട കെട്ടിപ്പിടിക്കുന്ന അവസ്ഥ. ഇത് ഹലോ എന്നിട്ട് പറഞ്ഞപ്പോൾ മൂക്കൊക്കെ ഫ്രോസ് ബൈറ്റ് വല്ല വന്നേനെ. ഇങ്ങനത്തെ പ്രാന്തുള്ള ആളാണ്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളല്ലേ, വളരെ വെരി ഹാപ്പി മാരീഡ് ലൈഫ്, ഫാമിലി ലൈഫ് ഒക്കെ ഉള്ള ഒരാളല്ലേ. നിങ്ങൾ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതായിരിക്കും? നേപ്പാൾ. ഫസ്റ്റ് യാത്ര ചെയ്ത് ഒരുമിച്ച് യാത്ര ചെയ്ത സ്ഥലം. കല്യാണം കഴിഞ്ഞ് നേപ്പാൾ പോകുന്ന മുതലാണ് ഞങ്ങളുടെ ബോണ്ടിങ് തുടങ്ങുന്നത്. നോട്ട് ബിഫോർ മാരേജ്, നോട്ട് ഈവൻ റൈറ്റ് ആഫ്റ്റർ മാരേജ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സമയം ഒരുമിച്ച് കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊന്നും ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ കിട്ടിയിട്ടില്ല. രണ്ട്, ഗോപിയുടെ ആങ്സൈറ്റി ലെവൽ ഭയങ്കര ഹൈ ആയിരുന്നു. ഗോപിക്ക് ജനറലി ഭയങ്കര ആങ്ഷ്യസ് ആണ്, എല്ലാത്തിനും ആങ്സൈറ്റിയാണ്. ഇപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചിട്ട് ഡോക്ടർ ആയതിനു ശേഷം ആക്ടിങ്ങിലേക്ക് തിരിച്ചു വരുമ്പോൾ ആങ്ഷ്യസ് ആണ്. ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഡോക്ടർ ആവേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് ആങ്ഷ്യസ് ആണ്. കബിനി ഒരു സീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സാന്ത്വനം എന്നൊരു സീരിയൽ കിട്ടിയപ്പോൾ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. അത് കയറി ക്ലിക്കായി കഴിഞ്ഞാൽ അത് കഴിയാൻ പോകുന്നു എന്നുള്ള ആങ്സൈറ്റി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സുമതി വളവ്, അയ്യോ സിനിമ കിട്ടി എന്നുള്ള സന്തോഷത്തേക്കാൾ അയ്യോ അത് പോയി അഭിനയിക്കണ്ടേ എന്നുള്ള ആങ്സൈറ്റി ആയിരുന്നു. എന്തിന് സുമതി വളവിൻ്റെ ഡബിങ്ങിന് പോലും ആൾ കിതച്ചോണ്ടാക്കിയാണ് ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത്. അത് സ്വാഭാവികമായിട്ടും കല്യാണം എന്ന് പറയുമ്പോൾ ഇൻ ജനറൽ എന്ന് വെച്ചാൽ കുറച്ച് ഫ്രിക്ഷൻ കൂടുതലാണ് എല്ലാ കാര്യങ്ങൾക്കും. എന്തിന് ഒരു സിനിമ കാണാൻ പോകാൻ ആങ്ഷ്യസാണ്, കാരണം മീഡിയക്കാരുണ്ടാവുന്നു. അവൾക്ക് ആ എലമെന്റ് ക്രൗഡ് ആങ്സൈറ്റി ഉണ്ട്. ഇത് പറയാൻ പാടുമെന്ന് അറിയില്ല, എങ്കിലും ഇനോഗ്രേഷന് പോകുമ്പോൾ ആളുകൾ അധികം ഉണ്ടാവുന്നത് പ്രാർത്ഥിക്കുന്ന ഏക സെലിബ്രിറ്റി ഞാൻ കണ്ടത് അവളാണ്. മനുഷ്യനൊക്കെ ഇവിടെ ആൾക്കാർ കുറഞ്ഞാൽ നെഞ്ചിടിക്കും. അവൾ ദൈവമേ ഇത്രയും തിരക്കിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും, ആ ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ അവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ഭ്രമ ഇഷ്ടമല്ല, പെർഫോം ചെയ്യാൻ ഭ്രമ. അവൾക്ക് ഈ ലൈം ലൈറ്റ് പോലും അല്ല. ഇപ്പൊ എനിക്കൊക്കെ ലൈം ലൈറ്റാണ് ഇഷ്ടം. എനിക്കൊരു താരമാവണം, ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയണം. എനിക്ക് ആ ലൈം ലൈറ്റ് ഒരേപോലെ ഇഷ്ടം. ഇപ്പൊ അഭിനയം ഇഷ്ടമാണ്, പക്ഷെ ഗോപിക്ക് പെർഫോമൻസ് ആണ് ഇഷ്ടം. അവൾക്ക് ആ ആക്ഷന്റെയും കട്ടിന്റെയും ഇടയിലുള്ളത് ഭ്രമമാണ്. ഷീ ലവ് ഡൂയിങ് ഇറ്റ്. സാന്ത്വനമൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങനത്തെ പോസിബിലിറ്റീസ് കിട്ടില്ലേ, സിനിമയേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും അഭിനയിക്കാനുള്ള അവസരം കിട്ടല്ലേ. പക്ഷെ അങ്ങനെ ഭ്രമമുള്ള ആൾക്ക് ക്രൗഡ് ഫിയർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഭയങ്കര ഫ്രിക്ഷൻ ആണത്. ഈ സാധനം കല്യാണം കഴിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലൈഫ്, പുതിയൊരു വീട്, പുതിയൊരാള് എന്താവും എന്നുള്ള എൻ്റെ ആങ്സൈറ്റി ഗോപികയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ആവുന്നത് നേപ്പാളിലാണ്, വിച്ച് ഈസ് ലൈക്ക് 10 days ആഫ്റ്റർ മാരേജ്. നേപ്പാൾ മുതലാണ് ഞങ്ങൾക്കൊരു, എനിക്ക് ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എല്ലാ സമയത്തും ഞാൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഗോപികയിലുള്ള ഒരു ബോണ്ടിങ് ഡിഫറൻസ് ഉണ്ടായത് അപ്പോഴാണ്. നേപ്പാൾ മുതലാണ് ശരിക്കും ആ വ്യത്യാസം. അതുകൊണ്ട് നേപ്പാൾ ഇസ് വെരി സ്പെഷ്യൽ. ആൻഡ് നേപ്പാൾ ഇസ് വൺ പ്ലേസ്. ശരിക്കും എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഹണിമൂണിന്. വി കുഡ് ഹാവ് ഗോൺ ടു യൂറോപ്പ്, വി കുഡ് ഹാവ് ഗോൺ ടു ഓസ്ട്രേലിയ, ഈ പറഞ്ഞ പിന്നീട് ഞങ്ങൾ പോയ പല സ്ഥലത്തും. നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും ഫ്രണ്ട്ലി നെയ്ബർഹുഡാണ്. നമ്മൾ ഈ സ്ഥലം ഒരിക്കലും ചിന്തിക്കില്ല ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആയിട്ട്, ഒരാളും ചിന്തിക്കില്ല. പിന്നെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ ടേസ്റ്റിന് ഭയങ്കര സിമിലർ ആയിരുന്നു. എന്ന് വെച്ചാൽ വി ബോത്ത് ആർ സ്ലൈറ്റ്ലി സ്പിരിച്വൽ. നേപ്പാൾ അതുകൊണ്ട്, എന്നാൽ രണ്ടുപേർക്ക് ഈ പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഈ
സ്നോ ക്യാപ് മൗണ്ടൻസും ഉണ്ട്, ഇവൾക്ക് ഈ കഫേ കൾച്ചർ ഇഷ്ടമാണ്, ഇതും ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഒരു സ്പേസുമാണ്. അരവിന്ദ് വേണുഗോപാൽ എൻ്റെ കസിൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് നേപ്പാൾ സജസ്റ്റ് ചെയ്യുന്നതും ഞങ്ങൾ അങ്ങോട്ട് വിടുന്നു. അരവിന്ദും സ്നേഹയും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് ഹാപ്പൻഡ് വെരി ഓർഗാനിക്കലി. അത് ഡെസ്റ്റിനി പോലെ നമുക്ക് പറ്റിയ സ്ഥലം തന്നെയായിരുന്നു അത്. അവിടെ ഒരു അങ്ങനെ ഒരു എലമെന്റ് അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചത് വടക്കുന്നാഥനിലാണ്, തൃശ്ശൂർ വടക്കുന്നാഥനിലാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആദ്യം പശുപതിനാഥ് ടെമ്പിളിലാണെന്ന് പറയും. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ചെന്നൈ കപാലീശ്വര ക്ഷേത്രത്തിൽ നിന്നാണ്. ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ഹണിമൂൺ ആദ്യം ഞങ്ങൾ പോകുന്നത് പശുപതിനാഥ് ടെമ്പിൾ. എന്ന് വെച്ചാൽ അത് വി എൻജോയ് ദാറ്റ്. ഇത് മൂന്നിലൊരു ഒരു ശിവ കോൺസെപ്റ്റും ഉണ്ട്, ലൈക് വിച്ച് ഈസ് വെരി ക്ലോസ് ടു അസ്. അത് പക്ഷെ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് സംഭവിച്ചല്ല, അതൊരു ഡെസ്റ്റിനി പോലെ സംഭവിച്ചതാണ്. അല്ലെങ്കിലും കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ഓൺ അറൈവൽ വേണം. കാരണം ഞങ്ങൾ ഹണിമൂൺ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം കല്യാണത്തിന് ആങ്സൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഹണിമൂൺ എന്ന് ചോദിക്കുന്നത് ഒരുമാതിരി. അതുകൊണ്ട് ഐ ഗേവ് ഹെർ ഓൾ ദ ടൈം. ഞാൻ അതിനെ കുറിച്ച് ബോധവാനായിരുന്നില്ല. ഞാൻ ആകെ ചെയ്തത് എന്താ വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്ന വർക്കുകൾ ഞാൻ 2 കട്ട് ഡൗൺ ചെയ്തു. ഒന്ന്, ഗോപികേനെ കല്യാണത്തിന്റെ പ്രോസസ്സിന് കിട്ടിയിട്ടില്ല. ഗോപിക സാന്ത്വനം കഴിയുന്നത് ജനുവരി 18-നാണ്. ജനുവരി 27-നാണ് ലാസ്റ്റ് ടെലികാസ്റ്റ്, 28-നാണ് കല്യാണം. ഇതൊന്നും നമ്മൾ പ്ലാൻഡ് അല്ല. 28 കല്യാണം ഫിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി വരെ അവൾക്ക് എല്ലാ മാസവും ഷൂട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് തീരും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ്, ഡയറക്ടർ മരിച്ചു പോയതുകൊണ്ടാണ് അത് പെട്ടെന്ന് നിർത്തിയത്. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജനുവരിയിൽ ടൈം എടുത്തിട്ട് നേരത്തെ സമയം ചോദിക്കണം എന്ന് വിചാരിച്ചാൽ ഈ 18 വരെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അത് ലാസ്റ്റ് ഷെഡ്യൂളായിരുന്നു. അടുത്ത ഷെഡ്യൂളിലേക്ക് വെക്കാൻ ഇനി ഷെഡ്യൂൾ ഇല്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മിട്ടുവാണ് ഗോപിയുടെ സൈഡിൽ നിന്ന് എപ്പോഴും ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വലിയ സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. എന്റെ കസിൻസ്, എന്റെ ബ്രദർ, ഞങ്ങളൊരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇതൊരു ഒറ്റ പരിപാടി ആയിരുന്നില്ലല്ലോ, ഇതൊരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് 250-300 ആൾക്കാരെ പാർക്ക് ചെയ്തു തൃശ്ശൂര്. അതില് 52-60 പേര് സെലിബ്രിറ്റീസാ. ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാർ റിലേറ്റീവ്സ്, ഇവരെല്ലാരും ഒരേപോലെ കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റിലേറ്റീവ്സിന്റെ പേടി, അയ്യോ ഈ സെലിബ്രിറ്റീസ് ഉള്ളതിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും, സെലിബ്രിറ്റീസിന്റെ പേടി അവരുടെ റിലേറ്റീവ്സ് ഫുള്ളുള്ള പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും, ഫ്രണ്ട്സ് നിങ്ങൾ ഇതിപ്പോ ഇതിൽ ഏതിലാ പെടുക എന്ന് ചോദിക്കുന്ന ടീം. ആദ്യത്തെ ദിവസം ഹൽദി കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാ ഫ്രണ്ട്സ്, ഏതാ റിലേറ്റീവ്സ്, ഏതാ സെലിബ്രിറ്റീസ് മനസ്സിലാവാത്ത രീതിയിലാണ് പിറ്റത്തെ ദിവസം മുതൽ ഞങ്ങൾ കാണുന്ന എല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന പോലെ ഞാൻ പ്രോബബ്ലി എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മുതൽ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്. എനിക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് വന്നിരുന്നു, അത് ചെയ്തില്ല. ഒരു തെലുങ്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രയോറിറ്റി ലൈഫ്, അല്ലെങ്കിൽ എന്റെ പ്രയോറിറ്റി വാസ് ദിസ്. എനിക്ക് മറ്റേതൊന്നും എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ചെയ്യാത്ത കാര്യമാണ്. കാരണം ഞാൻ ഭ്രാന്ത അത്രയും കാലം ഞാൻ അതിനു വേണ്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ അഡാപ്റ്റബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ ഗോഡ്സ് ഗ്രേസ്, എനിക്ക് വീണ്ടും ഒരു തമിഴ് വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് വന്നു, അതിപ്പോ റിലീസായി ഈ ഒരു സമയത്ത്. സോ ഓംകാളി ജയകാളി, സോ തിങ്സ് വിൽ കം ബാക്ക് ടു യു. പക്ഷെ ആ സമയത്ത് എന്റെ പ്രയോറിറ്റി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഹണിമൂണിന് നമ്മൾ എവിടെ പോകും എന്ന് ചോദിക്കലായിരുന്നില്ല. ഇയാളെ നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് നോക്കുന്നതായിരുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗോപിയയ്ക്ക് പ്ലാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഹൽദി, സംഗീത്, ഐനൂൺ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം, ഇത്രയും പരിപാടികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ മിട്ടൂന് അവരുടെ ഭാഗത്ത് നിന്ന് മിട്ടൂനും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും റൺ ഓർഡർ അറിയാം. ഗോവിതയ്ക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഹൽദിക്ക് എങ്ങനെ വെച്ചാൽ ജീപ്പിന്റെ മേലെ കയറിയിട്ടാ, ജീപ്പിന്റെ മേലെ കയറിയിട്ടാ നമ്മൾ ഹൽദിക്ക് വരുന്നത്. അപ്പോൾ ചുറ്റുണ്ട്, ഇപ്പുറത്ത് മീയുണ്ട്, ഇപ്പുറത്ത് ഷഫ്നുണ്ട്, അപ്പുറത്ത് കുക്കുണ്ട്, ഫുൾ സംഭവമായിട്ട് ഈ ജീപ്പിൽ ഇങ്ങനെ വരുന്നു. ഇവര് മറ്റേ പുകയടിക്കുന്നു, ഈ സാധനം പൊട്ടിക്കുന്നു. അപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഇവൾ എന്റെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ കല്യാണം ആനപ്പുറത്താണോ? ഞാൻ ഏതറ്റം വരെ പോകുന്നത് ഓവറാക്കി കൊളാക്കരുതിട്ടോ, ആൾക്കാർ ട്രോളിക്കൊല്ലും. ബേസിക്കലി അപ്പോഴാണ് അവളിത് കാണുന്നത്. അതായിരുന്നു അവളുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇനി ഇത് ഹൽദി തുടക്കമായിട്ടുള്ളൂ, ഈ നാളെ അതിനുണ്ട്, രാവിലെ വൈകുന്നേരം സംഗീതമുണ്ട്, മറ്റന്നാൾ രാവിലെ മറ്റേ താടികെട്ടുണ്ട്, അത് കഴിഞ്ഞ് കല്യാണമുണ്ട്. ഇവിടുന്ന് മറ്റേ ജീപ്പിലാണെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാന്ന് അറിയില്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു എലമെന്റിലായിരുന്നു. അപ്പൊ ഇവൾക്ക് എവറിത്തിങ് വാസ് ഒരു പ്രഷർ ലോഡായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും അയാൾ ഇത്രയും എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു എന്നുള്ളതുണ്ടല്ലോ. ആ മൊമെന്റിൽ
ഷീ വാസ് ഇൻ ടു എവറിത്തിങ്. ഇത്രയും ആങ്സൈറ്റി ഡ്രിവൺ ആയിട്ട് പോലും ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അതെല്ലാം ഏറ്റെടുത്ത്. കാരണം എന്താ വെച്ചാൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു റീസൺ ഡ്രിവൺ അല്ല. ഈ റീസൺ നീ അത് ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. സത്യം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹണിമൂൺ പോകാൻ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ 3 ദിവസം, അവളുടെ വീട്ടിൽ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നുള്ളതുകൊണ്ട് അവളുടെ കസിൻസിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടർലയിലൊക്കെ പോയി. സോ ദാറ്റ് അത് കഴിയുമ്പോഴാണ് അപ്പോൾ വിസ ഓൺ അറൈവൽ ഏറ്റവും അടുത്ത ഡെസ്റ്റിനേഷൻ ഇൻട്രസ്റ്റിംഗ് പ്ലേസ് നേപ്പാൾ തിരഞ്ഞെടുത്തു. ദാറ്റ്സ് ഹൗ ഇറ്റ് ബിഗാൻ. ഞാൻ വെറുതെ ഒരു ടാസ്ക് തരട്ടെ. ഹൗ വെൽ യു നോ ഗോപിക എന്ന് പറയുന്ന ഗോപിയും കൂടി ഇരുത്തി ചോദിച്ചാൽ അല്ല അത് കുഴപ്പമില്ല, നമുക്ക് ഫോണൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കാം. ഇന്റർവ്യൂന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ ആളെ ഓഫീസ് വെച്ചിട്ടുണ്ടാവും. അയ്യോ ഞാൻ വിളിച്ചു നോക്കട്ടെ, എടുക്കും. അവൾ എടുക്കില്ല, 100% ഉറപ്പ് പറയാം. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവള് മറ്റേ ഏതിന്റെയൊക്കെ മുമ്പ് ഇന്റർവ്യൂസിന് പോയി കഴിഞ്ഞപ്പോ ഇതുപോലെ എന്നെ വിളിച്ചപ്പോ ഇതറിയാം, നമുക്കറിയാം. ഇത് ആദ്യമായിട്ട് മറ്റേ യൂട്യൂബ് ചരിത്രത്തിൽ ഒരു ഫോൺ വിളിച്ച് അപ്പുറത്ത് ചോദിക്കുന്നത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്കായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് ഇതിനൊക്കെ ആൻസർ അവിടെ പറഞ്ഞോ, ഞാൻ ചോദിച്ചോ, എനിക്ക് പറയാൻ പറ്റുന്ന പോലെ പറയാം. ഗോപികയുടെ ഫേവറേറ്റ് സോങ് ഏതാണ്? ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഇല്ല, പക്ഷെ ഷീ ലൈക്ക് 2-3 സോങ് ഉണ്ട്. ഒന്ന് ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പിഴൈ ആ സോങ് ഇഷ്ടമാണ്. അങ്ങനെ ഷീ ഈസ് മോർ ഇൻ ടു ദിസ് തമിഴ് മെലഡി അങ്ങനത്തെ സ്പേസ് ആണ്. പിന്നെ എപ്പോഴും എന്താ പറയുക, എപ്പോഴൊരു ഒരു ഡിഞ്ചിക്ക് ഈ മെലഡിയിൽ ബാക്കിലൊരു ഇഡിയമിന്റെ സപ്പോർട്ടുള്ള പാട്ടുകളാണ് അതുണ്ട്. അത് അങ്ങനത്തെ സോങ്ങുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ബിക്കോസ് അവളുടെ മൂഡിനെ ഭയങ്കരമായിട്ട് ഡിറ്റർമിൻ ചെയ്യും. ഞാൻ ചില സമയത്ത് ഹിന്ദുസ്ഥാനിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു ശോകം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതുപോലത്തെ നമ്മളൊരു ലോ മെലഡി സാധനങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എപ്പോഴും സെലക്ട് ചെയ്യുക ഒരു ഡിഞ്ചിക്ക്. പക്ഷെ മെലഡി ആയിരിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഇഡിയം പോകുന്ന സാധനങ്ങളാണ് അവൾ സെലക്ട് ചെയ്യുക. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഷീ ഈസ് നോട്ട് എ വെരി മൊബൈൽ പേഴ്സൺ. ഇപ്പോൾ മൊബൈൽ എടുക്കുകയാണെങ്കിൽ തന്നെ വാട്സാപ്പ് വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യുക. ആകെ ഷഫ്നക്കൊക്കെ മെസ്സേജ് അയക്കാനായിരിക്കും ആ സാധനം എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നോക്കുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം ആവാനാ സാധ്യത. എന്താണ് ഇപ്പൊ ഈ സെലിബ്രിറ്റികളെല്ലാം മൊബൈലിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നല്ലേ? ഞാനല്ല, അഡിക്റ്റാ. എനിക്ക് കുറെ ചീത്ത വെക്കുന്നുണ്ടാവുള്ളൂ. എനിക്ക് ഈ മറ്റേ തുറന്ന അടയ്ക്കുന്ന പോലെ തന്നെ പുതിയ പരിപാടിയാണ്. ഒരു ദിവസം എത്ര നേരം മൊബൈൽ യൂസ് ചെയ്യുന്നൊന്നും ഒന്ന് കോൺഷ്യസ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു സാധനം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലാണ് എടുക്കുന്നത്. പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, മൊബൈലിലേക്കാണ് ഡിസ്ട്രാക്ഷൻ. അത് ചേട്ടൻ അവരെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്വഭാവം അങ്ങനെയായിട്ടല്ല, അറിയുന്നില്ല. അപ്പൊ ഞാൻ ദൈവമേ, ഇതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ, പീപ്പിൾസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ആളെ ശ്രദ്ധിക്കുന്നില്ല. അതാ പറയുന്നത്. ഗോപിക എൻ്റെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും വളരെ ലോജിക്കലാണ്. ഷീ ഈസ് വെരി സെൻസിബിൾ. അങ്ങനത്തെ ഒരാളാണ്, ഭയങ്കര പ്രാക്ടിക്കൽ ആൻഡ് സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ആൾക്കാർ വളരെ അപൂർവമായ എൻ്റെ സുഹൃത്തുക്കളിൽ പലപ്പോഴും അങ്ങനത്തെ. അതുകൊണ്ട് എന്താ വെച്ചാൽ വെരി റോ ആൻഡ് ബ്ലണ്ടാ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് സ്പേസ് ആണ്. പിന്നെ ആൾ ഭയങ്കര ഇന്റലിജന്റുമാണ്, വളരെ സ്മാർട്ടാണ്. മറ്റേ ഈ പറയുന്ന പോലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ആസ് എ ഡോക്ടർ. അപ്പം ഷീ ഈസ് വെരി ഇന്റലിജന്റ്. അതുകൊണ്ട് ചെറിയ ചെപ്പടി വിദ്യകളൊന്നും നടക്കില്ല. നമ്മൾ കളിക്കണമെങ്കിൽ അതിന്റെ മേലെ കയറി കളിച്ചാലേ അവളെയൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കാൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ പറയാം, അവൾ ഇമോഷണൽ ആയിട്ട് ഇരിക്കുമ്പോൾ പറയില്ല, അല്ലാത്ത സമയത്ത് അല്ല. ഇമോഷണൽ ആയിരിക്കുമ്പോൾ പറഞ്ഞാൽ ആരോടും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ ഷോർട്ട് എല്ലാ ഇമോഷൻസും കൈത്തുമ്പിലാണ്. ലൈക്ക് അവളുടെ കരച്ചിലാണെങ്കിലും മിസ്സിംഗ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എക്സൈറ്റ്മെന്റ് ആണെങ്കിലും എവറിത്തിങ് ഇസ് ആ സ്പേസിലാണ്. കൺട്രോൾ ഓവർ ഇമോഷൻ എന്ന് എനിക്ക് തോന്നുന്നൊരു ട്രൂ ആർട്ടിസ്റ്റ് സ്പേസിലിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറ്. അതുകൊണ്ടായിരിക്കാം ഈ സ്വിച്ചിട്ട പോലെ കരയാനും ഒക്കെ അവർക്ക് പറ്റും. കാരണം സിനിമാക്കാരെ പോലെ അല്ലല്ലോ സാന്ത്വനം. 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 22 to 23 അതും 1000 എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ 23 days ഇവർ വർക്ക് ചെയ്യുക. ഈ 23 days ഇവർ എന്താ വർക്ക് ചെയ്യുന്നത്? ഇവർ ഇമോഷൻസ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. കരയുക, ചിരിക്കുക, ശൃംഗാരം, സന്തോഷം, ഇത്. സോ ഓൾ ദി ഇമോഷൻസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് റിയൽ ലൈഫിലും ഒന്നെങ്കിൽ റിയൽ ലൈഫിൽ ഓൾറെഡി അങ്ങനെ ആയിരിക്കാം, കുട്ടിക്കാലം മുതലേ അത് സാന്ത്വനത്തിനെ ഹെൽപ്പ് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഇമോഷണൽ ആയിരിക്കും. കാരണം എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ
നമുക്കെപ്പോഴും ഇങ്ങനെ റെഗുലറായിട്ട് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ തെലുങ്കിലൊക്കെ പോകുമ്പോൾ തെലുങ്കിൽ പൊതുവേ ഹൈ ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ ചിലപ്പോൾ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് വരുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സേർട്ട് ചെയ്തിട്ട് ദേഷ്യപ്പെടുന്ന സീൻസ് ഒക്കെ വരും. അവിടെ കുറച്ച് ഓവർ ദ ടോപ്പ് പരിപാടികളാണല്ലോ. നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഇമോഷൻസും നമുക്ക് എക്സ്ട്രീം അല്ല, മുമ്പ് വരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമോഷണൽ ആവുണ്ടല്ലോ എന്നുള്ള ഫീലിംഗ് കുറച്ച് കാലം വരും. പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകും. അപ്പം മേ ബി അതായിരിക്കും. അപ്പാർട്ട് ഫ്രം ഞാൻ അങ്ങനെ അത് ഞാൻ തന്നെയാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ അച്ഛൻ അമ്മ പോലെയുള്ള ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഷഫ്ന. കാരണം മറ്റേതെന്ന് വെച്ചാൽ പക്ഷെ അത് മറ്റേതാണ് എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട്. ഞാൻ അച്ഛൻ അമ്മ അനിയത്തി ഇതിലാരായിരിക്കും? അതിലൊരാളെ പിക്ക് ചെയ്യാൻ അവളെ പോലെ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈസി ക്വസ്റ്റ്യൻ. എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് അവസ്ഥ വരുമ്പോ അത് ഈസി ആയിരിക്കില്ല. അതൊരു ഈസി ഇതായിരിക്കില്ല. ഈസി ആയിട്ട് ഇതിൽ ഉത്തരം പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇമീഡിയറ്റ് ഈ 4 പേരുടെ ഫാമിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷഫ്ന. അവര് പലപ്പോഴും എനിക്കൊക്കെ സൗഹൃദം ഉണ്ടാകണമെങ്കിലും ഇങ്ങനത്തെ ഒരു ഇന്റൻസിറ്റി വിത്ത് വിച്ച് സൗഹൃദം ഉണ്ടാവുമെന്ന് ഞാൻ പലപ്പോഴും ഭയങ്കര രസമാണ്. അത് അവരൊരു ആ ഒരു ബോണ്ട്, ദേ ആർ ലൈക്ക് സിസ്റ്റേഴ്സ്, അങ്ങനെ തന്നെ പറയാം. ഗോബ്രയിൽ ഗോപിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ? ആ ബാൽക്കണിയിൽ സൺസെറ്റ് നോക്കിയിരിക്കും പല സമയത്തും. വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ഈവനിങ് സൺസെറ്റും സൺറൈസ് പിന്നെ മാഡം കാണാറില്ല, അത് കുഴപ്പമില്ല. പക്ഷെ സാറ് കാണാറുണ്ടോ? ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. ഞാനാണ് ആദ്യം എഴുന്നേക്കുന്നത്. അപ്പം ചില സമയത്ത് കാണാറുണ്ട്. ഇനി സൺസെറ്റ് സൺറൈസ് ആ മൊമെന്റിൽ കണ്ടില്ലെങ്കിൽ പോലും ആ ഒരു അധികം ഈ പറയുന്ന ഇന്റൻസ് ആവാത്തൊരു സൺ ഉണ്ടല്ലോ, അതെങ്കിലും കാണാൻ കിട്ടാറുണ്ട്. മനസ്സിലായി. പക്ഷെ സൺസെറ്റ് എപ്പോഴും എനിക്ക് സൺറൈസാ ഇഷ്ടം. എനിക്ക് സൺസെറ്റിനേക്കാൾ സൺസെറ്റിനോട് ഇഷ്ടമുള്ളൂ. എനിക്ക് സൺറൈസിനോട് പ്രത്യേക ഭ്രമ. ഗോപിക ഈസ് മോർ ഓഫ് എ സൺസെറ്റ് പേഴ്സൺ. മനസ്സിലായി. ഫസ്റ്റ് ഗിഫ്റ്റ് യു ഹാവ് ഗിവൻ ടു ഹർ? കല്യാണത്തിന് മുമ്പാ. കല്യാണത്തിന് മുന്നേ കൊടുത്തിട്ടുണ്ടോ? എന്തായിരുന്നത്? ചെറിയൊരു ഗണപതി വിഗ്രഹം. അതാ ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കാത്തൊരു സ്പേസിംഗ് ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ചീസി റൊമാൻറ്റിക് സ്റ്റഫ്. കാരണം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു മൈസൂരിൽ മറ്റേ ചാമുണ്ടി ഹിൽസ് ആണ് പോയി വന്നൊരു സമയം എപ്പോഴും ആയിരുന്നു അത്. അപ്പോൾ ഐ ഹാഡ് ബോട്ട് ദിസ്. അതാണ് ഞാൻ ഗോപിക്ക് ആദ്യമായിട്ട് കൊടുത്തത്. ഈ പോയ രാജ്യങ്ങളിൽ ഗോപിയെ റീവിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൺട്രി? എല്ലാം. അവള് ഹോങ്കോങ്ങിൽ നിന്ന് തിരിച്ചു നമുക്ക് ഹോങ്കോങ്ങിന് ഇമ്പോർട്ടോ. ഞാൻ പറഞ്ഞു ഹോങ്കോങ് ഓൾറെഡി പോയില്ല. ഇല്ല ഹോങ്കോങ് പോകണം. ഇനിയിപ്പോൾ അവൾക്ക് ഉഷുവായ പോകണം. മറ്റേ അവൾക്ക് അന്റാർട്ടിക്കയേക്കാൾ ഇഷ്ടമായത് ഉഷുവായ. ഉഷുവായയില് ഒരു ഭ്രാന്തത്തിയാണ്. എന്താണെന്നറിയോ, ഒന്നാമത് ഈ ഉഷുവായയിൽ 2 ഡിഗ്രിയൊക്കെയാണ്. അന്റാർട്ടിക്കയുടെ അത്ര തണുപ്പില്ല, അവിടെ മൈനസാണ് അന്റാർട്ടിക്കയിൽ. പക്ഷെ എന്ത് പറ്റിച്ചാ, ഞാനിത് ഇത്രയും ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. ഇവര് പറയുമ്പോ അന്റാർട്ടിക്കയിലാണല്ലോ തണുപ്പുണ്ട്. ഉഷുവായയിൽ 2 ഡിഗ്രി എന്ന് പറഞ്ഞാലും ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്ത് പറ്റിച്ചാ, ഇതൊരു പല സ്വഭാവമുള്ള യാത്രയാണ്. ഇവിടത്തെക്കാൾ ചൂടുള്ള ബ്രസീൽ, -ഡിഗ്രിയിൽ അന്റാർട്ടിക്ക, ഇടയിൽ നിൽക്കുന്ന ബ്യൂണസ് എയറിസ്, കുറച്ച് അവിടെ നിൽക്കുന്ന മറ്റേ ഉഷുവായ, പരാഗ്വേ. അപ്പൊ ഭയങ്കര കൺഫ്യൂസിങ്, ഇത് ഏത് സ്ഥലത്ത് ഏതാ പരിപാടി എന്നുള്ളത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലോത്ത്സ് ഒക്കെ സമ്മർ ക്ലോത്ത്സ് എടുക്കണം, വിന്റർ ക്ലോത്ത്സ് എടുക്കണം, മിഡിലുള്ള ക്ലോത്ത്സ് എടുക്കണം. പിന്നെ ഒരുപാട് ഡൊമസ്റ്റിക് ഫ്ലൈയിങ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമില്ല, 48-50 കിലോ ഒക്കെ കൊണ്ടുപോകാം. അവിടുന്ന് നമുക്ക് എന്താ വെച്ചാൽ ഈ ഡൊമസ്റ്റിക്കിൽ ഓരോ തവണയും ചെക്ക് ഇൻ ചെയ്യണം, എക്സ്ട്രാ ലഗേജ് പേ ചെയ്യണം. ഇത് തൊരടിയാ. അപ്പം നമ്മളൊരു പരിധിയിലധികം നമ്മൾ എടുക്കാനും പറ്റില്ല. നമ്മൾ ട്രാവൽ ലൈറ്റ് ഇസ് ബെറ്റർ. അല്ലെങ്കിൽ ഇത് പിടിച്ചു 3-4 പെട്ടി പിടിച്ച് നടക്കണ്ടേ. അപ്പം ഞങ്ങളൊരു മയത്തിലാണ് 24-25 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. ഇത് അവള് പറയും ഷൂസിന്റെ 3 ഉണ്ടെങ്കിലും എടുത്താലേ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ 3. പെൺകുട്ടികൾക്കാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒറ്റ പെയർ ഓഫ് ഷൂസ് എടുത്തിട്ട് ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ പെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്ത പല സ്വഭാവമുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അവള് പറയും ഇതിനൊക്കെ എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഷൂസ് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നമുക്ക് ഇത് ഇട്ട് ശീലമില്ല. ഡ്രസ്സുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇതിട്ടോ എന്ന് പറയുമ്പോൾ ഷീ വിൽ പിക്ക് ദാറ്റ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ചില സമയത്ത് തണുപ്പുണ്ടാവുമെന്ന് വെച്ചിട്ട് പോയി ഇറങ്ങിപ്പോകും. ഞാൻ വിചാരിച്ചേക്കാളും തണുപ്പാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു അരുവി, ഒരു മലകൾ, അപ്പുറത്ത് ഭയങ്കര നമ്മൾ ഈ വേർഡ്സ് വർത്തിൻ്റെ ഒക്കെ പോയൊക്കെ വായിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലം. ഞങ്ങളവിടെ പോയിരുന്നു, ഞങ്ങൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിക്കൊന്നും ആവുന്നില്ല, കയ്യൊക്കെ മരവിച്ചിട്ട് എനിക്കിത് പറ്റണതേ ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേറി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് അകത്തേറി, ഞങ്ങളെല്ലാവരും അകത്തേറി. എന്താ അകത്ത് കയറിയിട്ടും കൈയൊക്കെ മരവിച്ചിരിക്കുമ്പോൾ ഈ കുട്ടി പുറത്ത് നോർമൽ ഡ്രസ്സ് ഇടുക, അരുവി നോക്കി ഇങ്ങനെ ഇതിന് പ്രാന്താണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവൾക്ക് തണുക്കണില്ലേ എന്ന് വിചാരിച്ച് തൊട്ടപ്പോൾ ഞാനെന്തോ ഐസും കട്ട കെട്ടിപ്പിടിക്കുന്ന അവസ്ഥ. ഇത് ഹലോ എന്നിട്ട് പറഞ്ഞപ്പോൾ
മൂക്കൊക്കെ ഫ്രോസ് ബൈറ്റ് പോലെ വന്നേനെ. ഇങ്ങനത്തെ പ്രാന്തുള്ള ആളാണ്. അപ്പൊ ഷീ വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഉഷോയ, ഷീ വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഹോങ്കോങ്, ഓസ്ട്രേലിയ ഡെഫിനറ്റ്ലി. കാരണം ഓസ്ട്രേലിയ ഞങ്ങൾ പോയത്, എനിക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫിലിമിന്, മനോരാജ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു അവിടുത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഇതിലായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഓസ്ട്രേലിയ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. മെൽബേണിൽ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഫുൾ കറങ്ങി. സോ ഓസ്ട്രേലിയ പിന്നെ 5 ദിവസം ഉണ്ടല്ലോ, ഷീ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ. അപ്പോൾ എല്ലാ സ്ഥലം റീവിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ ഒന്നും തീരും തോന്നില്ല, കാരണം ഇനി പുതിയ സ്ഥലം കാണണം, പോയ സ്ഥലം വീണ്ടും പോകണം എന്ന അവസ്ഥ. ഓക്കെ, നിങ്ങൾ തമ്മിലുണ്ടായ ആദ്യത്തെ ഫൈറ്റ് എന്താണ്? ഫൈറ്റ് എന്റെ ഭാഗത്തുനിന്നൊരു പ്രൊവോക്കേഷനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊതുവെ എജിറ്റേറ്റഡ് ആവാറില്ല. അതുകൊണ്ട് അതൊരു അവള് ചൂടാവുന്ന സാധനങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ ഈ മറ്റേ ചന്ദ്രൻ വലുതാവലും ചെറുതാവുന്ന പോലെ തന്നെ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ വെരി ഷോർട്ട്. പക്ഷെ എല്ലാം ഇങ്ങനത്തെ പരിപാടികളാണ്. ആ സമയത്ത് ഇപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് സമയം, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ മൊബൈൽ നോക്കിയിരുന്നു. അങ്ങനത്തെയൊക്കെയുള്ള മീൻസ് വെരി ജെനുവിൻ സംഭവം. ഈ പറഞ്ഞ പോലെ കബേർഡ് 2 തവണ പറഞ്ഞു തന്നിട്ട് ഇത് തുറന്നിരുന്നു. പുറത്തു കൊണ്ടായ ബാഗ് അവിടെ ഇവിടെയൊക്കെ നിലത്ത് വെച്ച ബാഗ് എടുത്ത് കട്ടിൽ വെച്ചു. മീൻസ് അവളുടെ സെൻസിറ്റീവ് ഏരിയാസ് ആർ ജനറലി അങ്ങനത്തെ സാധനങ്ങൾ, കുട്ടി കുട്ടി പരിപാടികളാണ് ഞങ്ങൾക്ക് കൂടുതലൊരു. നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ആരാണ്? ആദ്യമായി വെഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ മ്യൂച്വൽ ഫ്രണ്ട് ആരാണ്? കുക്കുദീപ. അതെ, അതെന്താന്നറിയോ, കുക്കുവിന്റെ കല്യാണത്തിന് ഞാൻ ഇവളെ കണ്ടിട്ട് ഇവള് വന്നിട്ട് എന്റെ കൂടെ ഒരു സെൽഫി എടുത്തു. അന്ന് എനിക്കറിയില്ല. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ വൺ വേ. അപ്പൊ കുക്കുവിന്റെയും കോമൺ ഫ്രണ്ട് ആയിരുന്നു, എന്റെയും കോമൺ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഈ കോമൺ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? കുക്കുവിനെ ഞങ്ങളല്ല അറിയിച്ചത്. കുക്കുവിന് എനിക്ക് തോന്നുന്നത് ഗോപികയുടെ അമ്മയുടെ അടുത്തോട്ടാണ് ആദ്യം കോള് പോയെന്നൊരു സംശയം. കാരണം എന്താ വെച്ചാൽ ഇത് വന്നപ്പോ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ ആകെയുള്ള ഒരു കോമൺ ഫ്രണ്ട് കുക്കുദീപ്. പക്ഷെ അവരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയി കളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഇറ്റ് യുവർ സെൽഫ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന രീതിയിലാണ് പറഞ്ഞത് തോന്നുന്നു. മനസ്സിലായി. ഇനി പുള്ളിക്കാരിയുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു ഫിസിക്കൽ തിങ് എന്താണ്? വാങ്ങാൻ ആഗ്രഹം. അയ്യോ, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനത്തെ പരിപാടികളൊന്നും വളരെ ചെറിയ ചെറിയ ആഗ്രഹം ഇപ്പൊ ഞാൻ മാറ്റിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ സാധനങ്ങളിലേക്ക് മെറ്റീരിയൽ സ്റ്റഫിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര അതൊന്നുമില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 100 രൂപ 150 രൂപയുടെ ആമസോണിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനം വരണം. ഇതാണ് അവളുടെ വലിയ പരിപാടി. അവൾക്ക് ചെറിയ സാധനം മതി, പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അത് സ്വയം ഓർഡർ ചെയ്യും, എന്നിട്ട് സ്വയം തുറക്കും, എന്താണെന്ന് അറിയാം, എന്നിട്ട് കണ്ടിട്ട് സർപ്രൈസ്ഡ് ആവും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ജിബി, ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ, കമ്പയർഡ് ടു മെനി അതർ മെൻ യു ആർ സോ ലക്കി. ഇങ്ങനെ വളരെ ചെറിയ ആഗ്രഹങ്ങളുള്ള മാറ്റിയെടുത്തോണ്ടിരിക്കുക. ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ഞാൻ അവളുടെ ആ സംഭവങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിച്ച് മാറ്റല്ല, ബട്ട് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ അങ്ങനെ ഹാപ്പി ആയിരിക്കണം. ഹാപ്പിനെസ്സും ആഗ്രഹവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. ബട്ട് യു ഷുഡ് ഡെയർ ടു ഡ്രീം. ആ സ്പേസിലേക്ക് പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ എന്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അവൾ ഞെട്ടുമായിരുന്നു. ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? ഇപ്പൊ അത് ഞെട്ടുന്നില്ല. ആ സ്റ്റേറ്റിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചു. ഞാൻ ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ എവിടെ, ഇപ്പൊ അതില്ല. ഇപ്പൊ എന്റെ സ്വഭാവമൊക്കെ മനസ്സിലായി. അങ്ങനെ ജീവിക്കണം. നമ്മളങ്ങനെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യരുത്. സി, ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്സ് അടിപൊളിയാണ്. പക്ഷേ പേടി കാരണം വലിയ തിങ്സ് ഡ്രീം ചെയ്യാതിരിക്കുന്നത് അതിലേറെ പ്രശ്നമാണ്. അത് പാടില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. വലിയ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു മോഹം എന്താണ്? മെറ്റീരിയൽ തിങ്സ് അല്ല. ലൈക്ക് ഐ വോണ്ട് ടു കീപ് ഗ്രോയിങ്. ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ മെറ്റീരിയൽ തിങ്സിലല്ല. ഇപ്പം ഞാൻ പട്ടാമ്പി വീട്ടിൽ സന്തുഷ്ടനായിരുന്നു. ഞാൻ ഇപ്പം മറൈൻ ഡ്രൈവിലെ ഗോപുര, കൊച്ചിയിലെ തന്നെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപുര പോലെയുള്ള വൺ ഓഫ് ദ പ്രൈം പ്രോപ്പർട്ടി വാങ്ങുക എന്നുള്ളത് ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നില്ല. അത് അച്ഛൻ പറഞ്ഞു തന്നപ്പോൾ ഐ പുഷ്ഡ് മൈസെൽഫ് ടു ദാറ്റ്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നു. ഉണ്ട്, ലോണും കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും ലോൺ തരാൻ ഇവർ തയ്യാറാവുന്ന നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണല്ലോ. ആ സ്പേസിലേക്ക് നമ്മളെ പുഷ് ചെയ്യുക, അതൊരു ഗ്രോത്ത് ആണ്. പക്ഷെ അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കൊച്ചി മറൈൻ ഡ്രൈവിൽ എനിക്ക് നാളെ ഒരു ഫ്ലാറ്റ് വേണം, മാനിഫെസ്റ്റേഷൻ, ഈ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുമ്പോൾ അതിലേക്ക് ഞാൻ എന്നെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് നാളെ ഇന്നൊരു കാറ് വേണം, അങ്ങനെ ഞാൻ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. ഐ ഹവ് നെവർ ഡൺ ദറ്റ്. എനിക്ക് സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ എൻ്റെ യാത്രയിൽ എനിക്ക് പെട്ടെന്ന് ടാർഗറ്റുകൾ കാണും. ആ ടാർഗറ്റുകൾ അച്ചീവബിൾ അല്ല എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. എന്നിട്ട് ആ ടാർഗറ്റിലേക്ക് ഞാൻ എന്നെ പുഷ് ചെയ്യും. D4 ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തമിഴ് സിനിമ കീ എന്ന് പറഞ്ഞ പടം വന്നത്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ
D4 ഡാൻസിന്റെ പ്രേതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമാണ് സൈക്കോ വില്ലൻ, ഭയങ്കര ജീവ എന്ന് പറഞ്ഞിട്ട് തമിഴിലെ സൂപ്പർ സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹാക്കിംഗ് പടം, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടർ, പെർഫോമൻസിനും ഭയങ്കര. അതുവരെ ഒന്നും ഞാൻ അധികം പെർഫോമൻസ് ഇപ്പോൾ പ്രേതം വരെ ഒന്നും ആസ് ആൻ ആക്ടർ ഞാൻ എന്നെ കാര്യമായിട്ടൊന്നും ഉടച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു നോർമൽ അഭിനയം വെച്ചുകൊണ്ട് പോകും. പക്ഷെ ഇതിനൊരു കൈയടക്കത്തോടെ ചെയ്താൽ ഇത് കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ സാധനം ഇതെനിക്ക് പറ്റുമോ തോന്നി. ഐ അച്ചീവ്ഡ് ദാറ്റ്. അത് തന്നെയാണ് എൻ്റെ എല്ലാ സംഭവം. ഗോപുരയിലേക്കും ഐ പുഷ്ഡ് മൈസെൽഫ്. ഈവൻ കല്യാണത്തിലേക്ക് പോലും ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് എ ട്രാവൽ. കല്യാണം കഴിഞ്ഞിട്ടും ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് എ ട്രാവൽ. ഞാൻ പൊതുവെ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അല്ലാതെ എനിക്ക് നാളെ ഇന്നൊരു സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിലേക്ക് എത്തുന്നില്ല. എൻ്റെ ഡ്രീംസ് ആർ ഹ്യൂജ്. എനിക്ക് എൻ്റെ റീച്ച് കൂടണം. എനിക്കിപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ 5ാമത്തെ സിനിമ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ നാഷണൽ ആഡ്സ് ചെയ്യുന്നുണ്ട്. പോളിസി ബസാറും മറ്റേ കാനനും ആശീർവാദ് പോലെയുള്ള വലിയ വലിയ നാഷണൽ ബ്രാൻഡ്സ്, ലിനൻ ക്ലബ്ബൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതൊന്നും പോരാ, ഒന്നും ആയില്ല. ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇങ്ങനെയുള്ള കന്നഡ സിനിമകൾ, തെലുങ്ക് സിനിമകൾ, മറ്റ് ഭാഷകളിലേക്കൊക്കെ ജിപിക്ക് മികച്ച എൻട്രി കിട്ടുന്നുണ്ട്. കന്നഡ കിട്ടിയിട്ടില്ല, കന്നഡ ചെയ്യണം. തെലുങ്ക്, തമിഴ്, മലയാളം. പക്ഷെ അത്രയും ഒരു മലയാളം അത്രയും ജിപിയെ വെൽക്കം ചെയ്തില്ല എന്ന് എപ്പോഴെങ്കിലും ഒരു വേദന വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വേദന ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനിവിടെ അത്ര പണിയെടുത്തിട്ടില്ല. അല്ല, സത്യം. ഞാൻ പ്രേതം ചെയ്ത സമയത്ത് എനിക്ക് കുറേ മലയാളം പടം ചെയ്തിരുന്നു. അന്ന് എൻ്റെ തോന്നിയ ദിവസം ഞാൻ മലയാളം എടുക്കാതെ ഞാൻ തമിഴ് പോയി ചെയ്തു. പക്ഷെ അത് തമിഴ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് വൈകുണ്ഠപുരമിൽ കിട്ടിയത്. സോ ദാറ്റ് വാസ് എ ചോയ്സ്. എന്നിട്ട് മലയാളം വേണ്ട പോലെ, കാരണം പ്രേതം കഴിഞ്ഞ സമയത്ത് ഷറഫും ഞാനും അജുവും കൂടി പോലുള്ള സിനിമകൾ തന്നെ എനിക്ക് കുറേ എണ്ണം വന്നിരുന്നു. ഞാൻ അത് എടുക്കാതെ അതേ സമയത്ത് ഞാൻ പോയിട്ട് തമിഴ് ചെയ്യാൻ ചെയ്തത്. അപ്പം എൻ്റെ ചോയ്സാണത്. ഇപ്പോഴും എനിക്ക് മലയാള പടം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ചെയ്യാൻ എക്സൈറ്റ്മെന്റ് വരുന്ന മലയാള പടം കിട്ടുന്നില്ല. ലൈക്ക് ഞാൻ ചെയ്യും, ഞാൻ കുറേ പടം പ്രൊമോട്ട് ചെയ്യും, പടം ഇറങ്ങും, നിങ്ങൾ ആരും അറിയില്ല. അങ്ങനത്തെ മലയാള പടം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണ്ട. കാരണം ഇനി എനിക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യുന്നത്, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പരസ്യം ചെയ്യുന്നുണ്ട്, ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, ഞാൻ ചില സമയത്ത് ആങ്കറിങ് സൈമ പോലത്തെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ തെലുങ്ക് പടം കാര്യമായിട്ട് തന്നെ ഒരു വലിയ തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്. തമിഴ് വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓടി നടക്കാനുള്ള പരിപാടി. ഇതിന് പുറമെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അതിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യും. ചെയ്യുമ്പോൾ വൃത്തിയുള്ള സാധനങ്ങൾ ചെയ്യണം. മലയാളം തീർച്ചയായിട്ടും ചെയ്യണം, ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാമ്പുള്ള സാധനം, നായകനൊന്നും ആവണമെന്നില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണം അതിനകത്തൊരു എലമെന്റ് ഉണ്ടെന്ന് തോന്നി എന്തായാലും മലയാളം ചെയ്യും. പക്ഷെ ഞാൻ മലയാളം ചെയ്തില്ലെങ്കിലും ഇവിടെ ഉണ്ടാവും, ഞാൻ ഇവിടെ പോകില്ല. എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ ഉണ്ട്, എന്റെ പരസ്യങ്ങളുണ്ട്, വീണാസ് ഇന്റർവ്യൂ ഉണ്ട്, പല പരിപാടികളും. ഞാൻ നിങ്ങളുടെ ഒപ്പത്തിൽ എന്തായാലും ഉണ്ടാവും. തെലുങ്ക് പറഞ്ഞ അവിടെ പോയി ഇരിക്കുന്നില്ല, ഇത് നമ്മുടെ നാടാ. എന്ത് കഴിഞ്ഞാലും പട്ടാമ്പിക്ക് വിടുന്ന മനുഷ്യനാ ഞാൻ. അതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആളാണ്. ആ വലിയ വലിയ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് നടക്കട്ടെ. ജിപിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓരോ ഫേസിലും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ബാച്ചിലർ ആയിട്ട് നടക്കുന്ന കണ്ടു. അതിനുശേഷം അതിലും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി മാൻ ആയിട്ട് ജീവിക്കുന്ന കണ്ടു. ഇനി കുറെ കുട്ടികളുടെയൊക്കെ അച്ഛനായി ജീവിക്കുന്നത് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക്, ആപ്പിൾ ആർ ക്ലാസ്സസ്.